ഒരാള് തടി കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാള് തടി കയറ്റി അയക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തടിയുണ്ട്, അതാണ് ചേച്ചി എന്നെ മെയിൻ. ചേച്ചി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണേ. എനിക്ക് ഉത്തരം കിട്ടിയില്ല. രണ്ടിലും തടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ദൈവമേ, ഇപ്പൊ പറഞ്ഞോളാം. ഇത് ട്രെയിനർ, എൻറ്റയർലി ഡിഫറെന്റ്. ഞാൻ തടി നമ്മൾ ഇരിക്കുന്നത്, ഈ ട്രെയിനർക്കൊക്കെ ഇരിക്കാൻ ഒരു ചെയർ വേണ്ടേ? പിന്നെ ഡെഫിനറ്റ്ലി അത് എന്ത് വേണം, എന്ത് വേണം? അതാ തടി വേണം. അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വ്യത്യാസം. പക്ഷെ റൈമിംഗ് അല്ലേ വരുമ്പത്തേക്ക് ചേച്ചി പറഞ്ഞ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ക്യാപ്ഷൻ ആയി ഇട്ടെടുത്താലോ എന്ന് ആലോചിക്കുന്നു. ക്യാപ്ഷൻ ആയിട്ട് മറ്റേ ഗാദാ ജാമിന്റെ ക്യാപ്ഷൻ. അപ്പൊ എനിക്ക് എന്തായാലും കിട്ടുമല്ലോ അല്ലോ കാശ്. അതാ ഈ ഒരു ക്യാപ്ഷൻ കൊടുത്തതിന് എനിക്ക് എന്തായാലും കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഐറ്റംസ് മേടിച്ച് തന്നിട്ട് വേറൊരു സാധനം ചേച്ചിനെ കൊണ്ട് ഉണ്ടായിപ്പിക്കും. ഓക്കെ, അതാ. പിന്നെ റോൺസൺ ഒരു കാര്യം തന്നെ പറ്റി കേൾക്കുന്ന എന്നാന്നറിയാവോ, ഓരോ പേടിക്കണ്ട എന്താ ഓരോ വർഷം ഇയാൾ ഓരോ അഡ്വഞ്ചറസ് സാധനങ്ങൾ ചെയ്യുന്നുള്ള എന്നാ ഇങ്ങനെ ഓരോ എക്സ്പെരിമെന്റുകൾ ഓരോ വർഷം. അതും ചില്ലറയൊന്നും അല്ലേ, ചെറിയ കാര്യോ ഇതൊക്കെയോ? ഏതാ സ്കൈ ഡൈവിംഗ് ഒക്കെയോ? അല്ല, അത് എല്ലാ വർഷവും നമുക്കൊരു ടാസ്ക്. കാരണം എന്താ പറയുക, നമ്മള് ഞാൻ ആദ്യം എന്റെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞോട്ടെ. റോൺസൺ എന്നൊക്കെ ചെയ്യുന്ന അറിയോ? സ്കൈ ഡൈവ്, പിന്നെ ഹീസ് എ ഫാഷൻ ഡിസൈനർ, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ട്രെയിനർ, ഇന്റീരിയർ ഡിസൈനർ, ബൈക്ക് ഒത്തിരി അല്ലെ, ബൈക്ക് ഭയങ്കര ക്രേസ് ആണ്, ബൈക്ക് റൈഡർ ആണ്, എന്തൊക്കെയാ ചെയ്തതെന്ന് ആക്ടറാണ്. അതെ, എല്ലാം ആണ്. ഓൾ ഇൻ ഓൾ ആണ്. ഓൾ ഇൻ ഓൾ ഒരു സകല വിളിച്ച എല്ലാം. ചേച്ചി പിന്നെ വേറെ ചേച്ചി ഒന്ന് വിട്ടുപോയി, നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. നന്നായിട്ട് ഫോട്ടോ എടുക്കും, വീഡിയോ എഡിറ്റ് ചെയ്യും, സൂപ്പർവാണ്. ഞങ്ങളുടെ ഭാര്യ സെറ്റില് ഫുള്ളും ലൈക്ക് ആരുടെയെങ്കിലും പോസ്റ്റ് ഫേസ്ബുക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിലെ ക്യാപ്ഷൻ കാണും, ഫോട്ടോഗ്രാഫി ഗോസ് ടു റോൺസൺ വിൻസെന്റ്. അത് നല്ല എന്താ പറയാ, കാൻഡിഡ് ഫോട്ടോസ്. നമ്മൾ സാധാരണ ലോക്കൽ എടുക്കുന്ന പോലത്തെ ഒന്നും അല്ല, അവരൊക്കെ നല്ല പ്രൊഫഷണലി എടുക്കുന്ന ആൾക്കാർ. അച്ഛൻ ആദ്യത്തെ എന്താ പറയാ, നമ്മുടെ കാലിക്കറ്റിലെ ഫസ്റ്റ് സ്റ്റുഡിയോ ഓണറാണ്. ഇപ്പോൾ ചിത്ര സ്റ്റുഡിയോ വിൻസെന്റ് മാഷ് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടുന്ന് പിന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ എ വിൻസെന്റ്, പുള്ളി ഭാർഗവ നിലയം, നീലക്കുയിൽ, നദി, തുലാഭാരം, അങ്ങനെ ഒരുപാട് പടത്തിന്റെ ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ പുള്ളിയുടെ മക്കളാണ് അജയൻ വിൻസെന്റും ജയൻ വിൻസെന്റും, രണ്ടാളും ക്യാമറയാണ്. അപ്പോൾ ക്യാമറന്റെ ഒരു സംഭവം എനിക്ക് തോന്നുന്നു അവരെ അവിടെ നിന്ന് കിട്ടിയതാണ് എനിക്കത്. ശരിക്കും പറഞ്ഞാൽ ഫാമിലിയിൽ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പിന്നെ ആർട്ട് ഡയറക്ടർ സാബു സൽ എന്ന് പറഞ്ഞ അച്ഛൻ്റെ ചേച്ചീൻ്റെ മകനാണ്. സോ പുള്ളി ആർട്ടുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം ഫാഷൻ ഡിസൈനിങ്ങും ഇന്റീരിയർ ഡിസൈനിങ്ങും ആർട്ടുമായിട്ടായിരിക്കും കുറച്ച് ടച്ച് വന്നത്. പിന്നെ ആക്ടിങ്ങിലേക്ക് വന്നത് സോ എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല, അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ എല്ലാരും കൂടെ പകർന്ന് ഒരു ഇച്ചിരി തന്നേക്കുവാ എല്ലാ കഴിവുകളും. പക്ഷെ അതൊരു ഭാഗ്യല്ലേ മോനെ, ഈ പറഞ്ഞ പോലെ എന്നാ പറയുന്നത്, എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ചിലരൊക്കെ ഒരു കാര്യത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ടാലന്റ് ആയിട്ടുണ്ടാവുക. ഇത് പക്ഷെ ഇത്രയും ഈശ്വരനെ അനുഗ്രഹിച്ച് കിട്ടിയില്ലേ. പിന്നെ ഭയങ്കര ഡെഡിക്കേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് സാധാരണ കുറച്ചൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ അല്ലേ ഒരാൾക്ക്, അയ്യോ ഇന്ന ആളുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ. റോൺസൺ അങ്ങനെ ഒന്നുമില്ല. റോൺസൺ പേഷ്യൻസോട് കൂടി അവർക്ക് എല്ലാവർക്കും നിന്ന് കൊടുക്കും, ആർക്ക് വേണോ അവർക്ക് ഫോട്ടോസ് എടുക്കും. ചേച്ചി പക്ഷെ അവന്റെ കോൺസെൻട്രേഷൻ ഫുൾ ഫുഡിലാണ്, അതാണ് ചേച്ചി മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒന്നുമില്ല, എല്ലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതറിയാമോ? ചുരുക്കം പറഞ്ഞാൽ തനിക്കൊന്നും കിട്ടിയില്ല. ഇല്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു സ്ട്രിപ്പ് നിനക്ക് കിട്ടിയില്ല, അത് മതി, ദാറ്റ് ഈസ് ഇനഫ്. നിന്റെ ബോഡിയിൽ ഇപ്പോഴത്തെ ട്രെയിനിങ്ങിന് ദിസ് ഈസ് മോർ ദാൻ ഇനഫ് എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ എനിക്കൊന്ന് റോൺസൺ ആ സെറ്റിൽ ആർക്കും ഒന്നും കൊടുക്കുകയല്ലെന്ന് തോന്നുന്നുണ്ട്. ഒരു ഫിറ്റ്നസിന്റെ ഭാഗത്ത് നിങ്ങളത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ഇങ്ങനെ തരും, ഞാൻ കഴിച്ചോളാം, അങ്ങനെയാണോ ഇനി പറയുന്നത്? ഫുഡ് ഐ മീൻ പ്രൊഡക്ഷനിലെ ഫുഡ് അല്ല, അതായത് ഡയറ്റിംഗ് ഫുഡ് ഉണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനേഴ്സ്. അതെ, അത് വേറെയാണ്. 30 എഗ് വൈറ്റ്സ് എന്തൊക്കെയൊക്കെയാണ് കഴിക്കുന്നത്. ഡയറ്റ് ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ബിസ്ക്കറ്റ് വരെ ഉണ്ടാക്കും, ക്യാരറ്റ് ബിസ്ക്കറ്റ്. ഇന്ന് രാവിലെ തന്നെ അത് കഴിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അല്ല, നമ്മൾ കുക്ക് ചെയ്യണം, നമ്മൾ ഡയറ്ററി ഫുഡ് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കണം. അങ്ങനെ അതുകൊണ്ടോ? അല്ല, അതാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം നമ്മൾ വീട്ടിൽ അമ്മയെ ഏൽപ്പിക്കുന്ന സമയത്തൊക്കെ ചിലപ്പം ഓയിൽ ഇടാൻ അവർ പല സാധനങ്ങൾ എക്സ്ട്രാ ഇപ്പോൾ മസാലയ്ക്ക് ചിലപ്പം കൂടാം, അങ്ങനെയൊക്കെ ആയിപ്പോവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫുഡ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സമയത്ത് ഡയറ്റ് ഫുഡ് കഴിക്കുന്നത്. അതാണ് അതിന്റെ ലോജിക് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഡയറ്റ് ബ്രേക്കിംഗ് ടൈമാണ്. അതെ, ചീറ്റ് ഡേ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഷെഫ് ആവണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ നടന്നില്ല. ഞാൻ പക്ഷെ അതിനും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല, പരീക്ഷിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഞാൻ എന്റെ ഫാമിലിയിൽ ഹസ്ബൻഡിന് വെച്ച് കൊടുക്കുന്നുണ്ട്, അതിനനുസരിച്ച്.
പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ പള്ളിയിൽ ആക്ച്വലി ഫുഡ് സെയിലിംഗ് ഒക്കെ നടത്താറുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇതുവരെയായിട്ടും മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ചേച്ചി ഞാൻ പറഞ്ഞ എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ റൈസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ഗ്രേവി കൂടുതൽ കഴിക്കുന്ന ആളാണ്. ഞാൻ നേരെ തിരിച്ചു ഞാൻ പറയട്ടെ, കഴിക്കുന്ന ആളാണ്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യും, ഒന്നെങ്കിൽ കഴിക്കാം, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് അതിങ്ങനെ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇതിന്റെ കൂടെ ഇത് നന്നായിട്ട് റൈറ്റ് കോമ്പിനേഷൻ ആണ്. ഇറ്റ്സ് റിയലി എന്താ പറയാ യമ്മി. താങ്ക് യു. ബ്ലെസ് യു. ഇനി ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഫുഡുകൾ ഉണ്ടാക്കി തരാൻ ചേച്ചിക്ക് കഴിയട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ, ഭഗവാൻ തരുന്നത് ഇങ്ങോട്ട് നമ്മൾ ചെയ്യുന്നു. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നല്ലതാണ്, കാരണം ഡയറ്റ് ചീറ്റ് ചെയ്യുന്ന ദിവസം വരാലോ. ഡെഫിനറ്റ്ലി. എന്താണെന്നറിയോ, ഈ അടുക്കളയിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഫോർമാലിറ്റീസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. വെരി ഫ്രീ. എപ്പോ വേണേലും ചേച്ചിയെ വിളിച്ചു പറയാം, ചേച്ചി ഞങ്ങൾ വരുന്നുണ്ടേ, സോ ഹാപ്പി, അത്രേ ഉള്ളൂ. പക്ഷെ റോൺസൺ ശരിക്കും പറഞ്ഞ ഫുഡി ആന്ന് ഞാൻ ബേസിക്കലി കേട്ടിട്ടുണ്ട്. പക്ഷെ വെരി ഗുഡ് ട്രെയിനർ, അത് ഹെൽത്ത് ഭയങ്കരമായിട്ട് നോക്കും. പക്ഷെ ഇതിനകത്ത് ഞാൻ ചില കാര്യങ്ങൾ കേട്ടാണെന്നറിയോ, ഈ വേണ്ടാത്ത ഭക്ഷണമൊക്കെ തിന്നാൻ പോകുന്നതിനകത്തിന് അതൊരു ടാസ്ക് ആണ് ആക്ച്വലി. എന്ത് ടാസ്ക്? ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നോർമലി ഇപ്പോൾ ഇങ്ങനത്തെ ഫുഡുകൾ കഴിക്കുന്നു. ഇനിയിപ്പോ ചേച്ചി ഉണ്ടാക്കുകയാണെങ്കിൽ പോലും എല്ലാവരും കഴിക്കുന്ന ഒരു ഫുഡാണ് ഉണ്ടാക്കുന്നത്. ചേച്ചി എപ്പോഴെങ്കിലും തേളിനെ ഫ്രൈ ചെയ്ത് വിളമ്പിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പാറ്റ, പുഴു, പാമ്പ് എന്നീ സാധനങ്ങൾ ഇല്ല. സോ അതാണ് ഈ വെറൈറ്റി എന്ന് പറയുന്നത്. അല്ല, ഇങ്ങനെയുള്ള വെറൈറ്റികൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ നാട്ടിൽ ഇതൊന്നും കിട്ടില്ല. അപ്പോൾ തായ്ലൻഡ്, ഫുക്കറ്റ് അങ്ങനെയുള്ള പല പല സ്ഥലത്താണ് ഇങ്ങനത്തെ, ചൈന അങ്ങനത്തെ സ്ഥലത്താണ് ഈ ഫുഡ് ഐറ്റംസ് കിട്ടുന്നത്. സോ അതും ഒരു ടാസ്ക് ആയിട്ട് എടുത്തിട്ടാണ് ഞാൻ കഴിച്ചിരുന്നത് സത്യം പറഞ്ഞത്. ഫസ്റ്റ് എന്താ ആദ്യമായിട്ട് കഴിച്ചത്? ആദ്യമായിട്ട് ഞാൻ ഈ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് തേളാണ്. അതെ അതെ, ഇവർ ഈ ഫുഡ് ഇങ്ങനെ വെച്ചപ്പോഴേ അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് തേളായിരുന്നു. പക്ഷെ ഇത് സ്ട്രീറ്റ് ഫുഡ് ആട്ടോ, ഇത് പക്ക സ്ട്രീറ്റിലാണ് കിട്ടുന്നത്. ഈ തേളിനെ അതേമാതിരി തന്നെ തേളിങ്ങനെ വടിയിൽ കുത്തിയിട്ട് അങ്ങനെ തന്നെ നിൽക്കും. അതും കരിന്താളാണ്. അപ്പൊ ഈ സംഭവം നമ്മൾ അതെ അതെ ആ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ ഇതെടുത്തു, ഞാനിതിങ്ങനെ നോക്കി നിന്നപ്പോൾ അവർ പറഞ്ഞു ഇത് നോക്കിയിരുന്നാൽ കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കണം എന്നുണ്ടെങ്കിൽ കണ്ണടച്ചിട്ട് ഞണ്ടാന്ന് വിചാരിച്ച് കഴിച്ചോളാം പറഞ്ഞു. അപ്പോൾ നമ്മളിത് ഞണ്ടാന്ന് വിചാരിച്ചിട്ട് കടിക്കുന്ന സമയത്ത് കറക്റ്റാണ്, ഇത് ക്രാക്ക് മുറുക്കെന്ന് പറഞ്ഞ് ഞണ്ടിന്റെ കാലൊക്കെ പൊട്ടുന്ന പോലെ തന്നെ പൊട്ടും. വെയിറ്റ്, അതാണ് ഈ പോയിസൺ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് ലഹരിയായിട്ട് മാറും, കിക്കാവും. അതേസമയത്ത് അത് ബ്ലഡ് കയറുന്ന സമയത്താണ് അത് പോയിസൺ ആയിട്ടും നമ്മുടെ ശരീരത്തിന് എഫക്ട് ചെയ്യുന്നത്. സോ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കിക്കായി. അത് കിക്കായത് എനിക്ക് അപ്പം മനസ്സിലായില്ല. ഞാൻ വളരെ സ്പീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ആവുന്നതൊക്കെ. അപ്പൊ അതാണ് അതിന്റെ ഒരു കിക്ക് എന്ന് മനസ്സിലായി. അതായത് നമ്മള് സ്പീഡിലാണ് നടക്കുന്നത്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മള് മൈൻഡിലാണ് സ്പീഡിൽ നടക്കുന്നത്, നമ്മൾ വളരെ മെല്ലെ നീങ്ങുന്നത്. എനിക്കിപ്പോ പറ്റിയതല്ല, അപ്പൊ പറ്റിയതാ. അല്ലല്ല, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ. അപ്പൊ തേള്, പിന്നെ അതേപോലെ പുഴുവിനെയൊക്കെ ഇവര് ഫ്രൈ ചെയ്തിട്ട് പലതരത്തിൽ ഇതിനായിട്ട് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്തിട്ട് തന്നെ അവര് വെക്കുന്നതാണ്. നൂഡിൽസ് മാരില്ല, വേറൊരു സാധനം. അപ്പൊ ഇത് പുഴു എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വയലിട്ടുന്ന സമയത്ത് ശരിക്കും നല്ല കറുക്ക് മുറുക്കുക. അത് സത്യം, ഈ കപ്പലണ്ടിക്ക് തരുന്ന മാതിരി അവര് പേപ്പറിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് അവരിട്ടിട്ട് തന്നു. അപ്പൊ ഇതിങ്ങനെ എടുത്ത് വായിലിട്ടപ്പോൾ ശരിക്കും ഇങ്ങനെ കറുക്ക് മുറുക്കും പറഞ്ഞാൽ തിന്നാണേ. അപ്പൊ പെട്ടെന്ന് ഒന്നെടുത്ത് വായിലിട്ട സമയത്ത് ഇങ്ങനെ കടിച്ചപ്പോ അപ്പൊ ഞാൻ അവരെ മുഖത്തേക്ക് നോക്കിയപ്പോ അവരെന്നോട് പറഞ്ഞു അത് വെന്തിട്ടില്ലായിരുന്നു. പിന്നെ സ്നേക്ക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫിഷ് പോലെ തന്നെയാണ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ല റോൺസൺ ഈ പറയുന്നത് എന്താ, നമ്മുടെ നെമ്മിന്റെ കാര്യമൊന്നല്ലേ പറയുന്നത്? പാമ്പിനെ ശരിക്കും സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മള് ആഗോലി ഐക്കോറൊക്കെ പോലെ തന്നെ. അല്ല ഭയങ്കര ടേസ്റ്റ് ആണ് അതൊക്കെ, ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. സ്നേക്കിന്റെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ക്രോക്കഡൈൽ വന്നിട്ട് കുറച്ച് റബ്ബറിയാണ്, അത് കഴിക്കാൻ അത്ര ഒരു ഇതിലേക്ക് ഏറ്റവും ബെസ്റ്റ് ഏതായിരുന്നു? തേള് തന്നെ ആയിരുന്നു. അല്ല, ഈ ഇൻസെക്ട്സ് ആണ് ടേസ്റ്റ്. ചെറിയ ചെറിയ ഇൻസെക്ട്സ്, അതായത് ഗ്രാസ് ഹോപ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ടേസ്റ്റ്. ചിപ്സ് പോലെ നല്ല നമ്മളെ പൊട്ടേറ്റോ ചിപ്സ് വണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ആക്ച്വലി ഇത് മസാലാസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവര് വിനീഗറിൽ ഫസ്റ്റ് ഡിപ്പ് ചെയ്ത് വെക്കാണ് ഈ സാധനം.
അതാണ് ഇവരുടെ മെയിൻ സിസ്റ്റം. അത് എന്നാലേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ കയറുള്ളൂ. അപ്പോൾ ഈ വിനീഗറിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് മസാല ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല തായ്ലൻഡും ചൈനയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരധികം അങ്ങനെ സ്പൈസി ആയിട്ടുള്ള സാധനമല്ല. പക്ഷെ അവർ ഈ വിനീഗറിൻ്റെ അകത്ത് പച്ചമുളക്, പിന്നെ കുറച്ച് 2-3 ഈ എസൻസ് അല്ലെങ്കിൽ സോസ് പോലത്തെ സാധനങ്ങൾ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു ഐറ്റം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കഴിക്കുമ്പോ അതെ, അത് മറന്നില്ലല്ലോ. എനിക്കിത് കാണുമ്പോ അന്നേരം പറയാം എനിക്ക് പറ്റിയാലെന്ന്. പക്ഷെ ഇത് ശരിക്കും ഒരു എന്താ പറയാ, ഒരു നമ്മുടെ അത് ചെയ്യണം എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്താ ശരിക്കും ടാസ്ക് എന്നുള്ളത് ടാസ്കിന്റെ ഇതിൽ തന്നെ ചെയ്താണ്. ടാസ്കിന് എന്തും ചെയ്യും അങ്ങനെയാണ്.